ആദ്യം നമ്മൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ പാർട്ടി നേതാവ് KP അസ്ലം പ്രസംഗിച്ചു. PK ബഷീർ MLA, കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് അസ്ലം വേദി പങ്കിട്ടത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നിലമ്പൂരിലെ വെൽഫെയർ ബാന്ധവം അത്ര ഗുണം ചെയ്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരസ്യമായോ രഹസ്യമായോ അത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന UDFന്റെ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാവുമ്പോൾ വെൽഫെയർ ശക്തമായിടത്ത് UDF ഇല്ല, UDF ശക്തമായിടത്ത് വെൽഫെയർ ഇല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയുള്ളൊരു ബന്ധം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതിനപ്പുറത്താണ് കൊടിയത്തൂരിൽ പരസ്യമായി തന്നെ ഒരു വേദിയിലെത്തി ഈ പിന്തുണയും സപ്പോർട്ടും ഒക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനൊരു ബന്ധമില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി എന്നായിരിക്കുമല്ലോ പ്രധാന ചോദ്യം. ഈ കൊടിയത്തൂരിലെ വേദിയിൽ എന്താണ് ഉണ്ടായത്? ശ്രീജ, കഴിഞ്ഞ കുറച്ച് നാളുകളായി വെൽഫെയർ പാർട്ടിയും UDFും തമ്മിൽ, പ്രത്യേകിച്ചും കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുകയായിരുന്നു. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഈ പരസ്യമായ ഒരു സഖ്യത്തിലേർപ്പെട്ടത്, അല്ലെങ്കിൽ അവരെ അസോസിയേറ്റ് അംഗമായി നീക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പോലും നടന്നത് വലിയ വിമർശനം ഈ എതിർ പാർട്ടികൾ ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രത്യേകിച്ചും BJPയും CPM ഒക്കെ വർഗീയ ശക്തികളുമായുള്ള ബന്ധം എന്ന രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യമായ ബാന്ധവം ഉള്ളത് ദോഷകരമായി ബാധിക്കും എന്ന ഒരു വിലയിരുത്തൽ UDFിൽ ഉണ്ടാവുകയും പരസ്യമായോ രഹസ്യമായോ യാതൊരു ഇടപാടുകളും വെൽഫെയർ പാർട്ടിയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുതൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതാണ് ആവർത്തിക്കുകയും ചെയ്തത്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ തെളിവുകൾ പ്രകാരം വെൽഫെയർ പാർട്ടിയുമായി കോഴിക്കോട് ജില്ലയിലും മലബാർ മേഖലയിലെ പല ജില്ലകളിലും കൃത്യമായ ഒരു സഖ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊടിയത്തൂരിൽ തന്നെ 2 വാർഡുകളാണ് കോൺഗ്രസ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയത്. 2ാം വാർഡിൽ പ്രേമ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയും KC യൂസഫ് എന്ന സ്ഥാനാർത്ഥി 16ാം വാർഡിലും മത്സരിക്കുന്നു. ഇവരുടെ പത്രികാ സമർപ്പണത്തിനടക്കം UDF നേതാക്കളായ PC ചെറിയ മുഹമ്മദ്, കഴിഞ്ഞ തവണ തിരുവമ്പാടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഒക്കെയാണ് പത്രികാ സമർപ്പണത്തിന് പോയത്. അതിനുശേഷമാണ് ഇന്ന് പന്നിക്കോട്ട് നടന്ന പഞ്ചായത്ത് കൺവെൻഷനിലെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ 16ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ KC യൂസഫിൻ്റെ സഹോദരൻ കൂടിയായ KC അസ്ലം ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതാണ്. ഈ മുന്നണിയുടെ വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായ ആളാണ്. എന്തായാലും എത്രയൊക്കെ ബാന്ധവത്തെ നിഷേധിക്കുന്നുവെങ്കിൽ പോലും കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരു പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഇരു മുന്നണികൾ, ഈ UDFും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള സഹകരണം നടക്കുന്നതെന്ന കൃത്യമായ തെളിവുകൾ തന്നെയാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കിഴക്കൻ മേഖലയിലെ പല ഇടങ്ങളിലും വെൽഫെയർ പാർട്ടിക്കൊക്കെ സ്വാധീനമുള്ള ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന രൂപത്തിലാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ പിന്നീട് UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടി ആവുന്ന കാഴ്ച, അല്ലെങ്കിൽ UDFിന് സ്വാധീനമുള്ള മേഖലകളിൽ വെൽഫെയർ പാർട്ടി കൂടി സ്വീകാര്യമായ സ്ഥാനാർത്ഥികൾ നിർത്തുകയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആ മേഖലകളിൽ അത്തരത്തിൽ നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. എന്തായാലും പരക്കെ UDF വെൽഫെയർ പാർട്ടി ബന്ധം ഉണ്ട് എന്നതിനാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും വെൽഫെയർ പാർട്ടി നേതാക്കളോടൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും കൃത്യമായ ഒരു ചിത്രം നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത്, എവിടെയൊക്കെ ധാരണയുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. എന്തായാലും ഇന്നലെ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ബന്ധപ്പെട്ടപ്പോൾ UDFുമായി ചിലയിടങ്ങളിൽ ധാരണ പ്രാദേശികമായി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഒപ്പം ഈ പത്രികാ സമർപ്പണം നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൃത്യത ഉണ്ടാവില്ല. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക പിൻവലിച്ചു കഴിയുമ്പോൾ കൃത്യമായി എവിടെയൊക്കെയാണ് ധാരണ ഉണ്ട് എന്നത് വ്യക്തമാക്കി പറയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും UDF നേതാക്കൾ പരസ്യമായി ഈ ബന്ധത്തെ തള്ളുമ്പോഴും ഇത് വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ഉണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, കഴിഞ്ഞ തവണ അനീഷ്, ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റടക്കം 33 സീറ്റിലാണ് കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നത്. മലപ്പുറത്തും അതേ ഏതാണ്ട് 35 സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഈ ധാരണയൊന്നും വേണ്ടെന്ന് വെച്ചത് ഒരു പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അത് തിരിച്ചടിച്ചേക്കും എന്നൊരാശങ്കയിലാണ് അങ്ങനൊരു പരസ്യ ധാരണ വേണ്ട, രഹസ്യമായും ധാരണ വേണ്ട എന്നൊക്കെ നേതൃത്വം നിലപാടെടുത്തത്. പക്ഷേ ഇവരുടെയൊക്കെ പിന്തുണ തന്നെയാണ് പ്രധാനപ്പെട്ട ശക്തി ചില മേഖലകളിലെങ്കിലും. പ്രത്യേകിച്ച് മുക്കം, ചേന്നമംഗലം പോലെയുള്ള ഭാഗത്തൊക്കെ വെൽഫെയർ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ടല്ലോ. അപ്പോൾ രഹസ്യമായെങ്കിലും അത്തരം ധാരണ ഇല്ലെങ്കിൽ അത് തിരിച്ചടിയാവും എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് പ്രാദേശിക തലത്തിലുണ്ടായോ?
തീർച്ചയായും കഴിഞ്ഞ തവണ പരസ്യമായ ഒരു മുന്നണി എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലെ സീറ്റുകൾ വിട്ടു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുക്കം നഗരസഭ അടക്കം കൃത്യമായ ഒരു വീതം വെയ്പ് നടക്കുകയും ചെയ്തിരുന്നു. അവിടെ കൗൺസിലർമാരെ ജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ചർച്ചകൾ ആദ്യ ഘട്ടം മുതൽ കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF നേതൃത്വം പലവട്ടം ചർച്ചകൾ നടത്തി കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ 4 ഇടങ്ങളിൽ അവർ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലൊക്കെ പോലും പലയിടങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഒരേ മുന്നണിയിലെ ആളുകൾ പോലും പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ചർച്ചകൾക്ക് ശേഷം പത്രിക പിൻവലിക്കുകയും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ മുക്കത്ത് ഇത്തവണ കൃത്യമായി തന്നെ ഒരു മത്സരരംഗത്തേക്ക് ഇവർ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഇതിനകം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പത്രിക പിൻവലിക്കുമ്പോൾ ഈ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ലഭിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി അടുക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലമുള്ള ഒരു സംഘടനയാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ പലപ്പോഴും ഒരു സംശയ മുന്നിലേക്കൊക്കെ നിർത്തുകയാണ് BJPയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇന്നലെ പോലും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊക്കെ നിശിതമായ വിമർശനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായി ചേരുമ്പോൾ അതൊരു രാജ്യദ്രോഹ നിലപാടുകളാണ് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. CPM ആകട്ടെ മുൻകാലങ്ങളിൽ പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേർന്നൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പലയിടത്തും സീറ്റുകൾ പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ട്, വെച്ച് മാറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരും മറ്റൊരു നിലപാടിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി എത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് ഇസ്ലാം രാഷ്ട്ര രൂപീകരണം എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതെന്നടക്കമുള്ള ഒരു നിലപാടിലേക്കാണ് CPM എത്തുന്നത്. അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ വെൽഫെയറുമായുള്ള ബന്ധം ന്യൂനപക്ഷ ഭീകരതയ്ക്ക് കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലും വിമർശനവും ഒക്കെ പലവട്ടവും CPM ക്യാമ്പും BJP ക്യാമ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രതിരോധമായി മാറുകയാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ അത് മറ്റ് ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ഈ ഭൂരിപക്ഷ മേഖലകളിലുമൊക്കെ തിരിച്ചടിയാവും, അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങൾ പോലും തിരിച്ചടിയാവും എന്നൊരു തിരിച്ചറിവ് UDFിനുണ്ടാവുകയും അതാണ് പരസ്യമായ ഒരു സഖ്യത്തിലേക്ക് ഏർപ്പെടുന്നതിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ ഒരു അസോസിയേറ്റ് അംഗമായി UDFിലേക്ക് ഈ വെൽഫെയർ പാർട്ടി ചേരുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അനീഷ്, നമുക്ക് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായി ശ്രീ A. സജീവൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ A. സജീവൻ, അങ്ങനെ ആ ഘട്ടം വരെ എത്തിയതാണ് ഒരു അസോസിയേറ്റഡ് അംഗത്വം എന്ന നിലയിലേക്ക് വരെ എത്തിയിടത്ത് നിന്നാണ് ഇത് ഒരുപക്ഷെ മറ്റ് ഭാഗങ്ങളിൽ തിരിച്ചടിക്കുമെന്നൊരു തിരിച്ചറിവിൽ വെൽഫെയർ പാർട്ടിയുമായി ഇത്തവണ വലിയ ബന്ധത്തിനൊന്നും പോകണ്ട, രഹസ്യമായോ പരസ്യമായോ ബന്ധത്തിന് പോകില്ല എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് കൊടിയത്തൂരിലായാലും കഴിഞ്ഞ ദിവസം മലപ്പുറം കോഡൂരിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലൊക്കെ നടക്കൽ, മാതാക്കൽ തുടങ്ങിയ വാർഡുകളിലൊക്കെ പോസ്റ്റർ അടിച്ചിട്ടുള്ളത് UDFിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന പേരിലാണ്. ചുരുക്കത്തിൽ എന്താണോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനത്തിൽ ഇതൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് ധൈര്യമായി ഞങ്ങൾ അവരുടെ പിന്തുണ തേടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും പറയാൻ UDF തയ്യാറാവണ്ടേ? ഈ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമുണ്ടോ? UDF, പ്രത്യേകിച്ച് UDFിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായിട്ടുള്ള മുസ്ലിം ലീഗ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ലീഗിനകത്ത് ഉള്ള EK വിഭാഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ EK വിഭാഗത്തിന്റെ മുഷാവറ യോഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വെൽഫെയർ പാർട്ടി തീവ്ര രാഷ്ട്രീയമുള്ളതാണ്. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണെന്നാണ്. 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് RSSനെ കുറിച്ചാണ്, രണ്ടാമത്തത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. പിന്നീട് അതിന്റെ തന്നെ പിന്നീട് വരുന്ന രീതിയിൽ ഇപ്പം NDFനെ പോലുള്ള, പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇത് അതിതീവ്ര നിലപാടെടുക്കുന്നു, അത് അനിസ്ലാമികമായിട്ടുള്ള നിലപാടാണ് എന്നൊക്കെയാണ് EK വിഭാഗത്തിന്റെ മുഷാവറ യോഗം കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അപ്പോൾ